നമുക്കൊപ്പം ഇപ്പോൾ മേജർ ജനറൽ VT മാത്യു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ 4 പേരെ രക്ഷിച്ചു ആർമി ഒരു പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അറിയുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമോ താങ്കൾക്ക്? 4 പേരുണ്ട്. 2 ആണുങ്ങളും 2 സ്ത്രീകളുമാണ്. ഒരാൾക്ക് ചെറിയ പരിക്കുണ്ട് കാലിന്. അതിനുവേണ്ടി അവരെ സ്ട്രെച്ചറിൽ കൊണ്ടുവരും. ബാക്കി 3 പേരെ അവർ നടന്നാണ് വരുന്നത്. അവര് വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. ഇത് റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്തവരല്ല, വീട്ടിനുള്ളിൽ താമസിക്കുന്നവരാണ്. അതായത് കട്ട് ഓഫ് ആയി കിടക്കുകയായിരുന്നു. അവരെയാണ് നമ്മൾ രക്ഷിച്ചത്. ഇനിയും അതുപോലെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടോ ആ ഭാഗത്ത്? തീർച്ചയായിട്ടും നമ്മൾ അതിനാണ് സെർച്ച് ചെയ്യുന്നത്. 10 സെക്ടറിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏകദേശം 350ഓളം ആൾക്കാർ സെർച്ച് ചെയ്യുന്നു. എവിടെയെങ്കിലും ആരെങ്കിലും ജീവനോടെ കിട്ടിയാൽ നമ്മൾ അവരെ രക്ഷിക്കുന്നതായിരിക്കും. ഇതിൽ ഒരാൾക്ക് മാത്രമാണ് പരിക്കുള്ളത് അല്ലേ? ഇതിലൊരാൾക്ക്, ഒരു സ്ത്രീക്ക് കാലിന് അല്പം പരിക്കുണ്ടെന്നാണ് അറിയുന്നത്. അവരെ സ്ട്രെച്ചർ മുഖാന്തരം നമ്മൾ ഇവിടെ എത്തിക്കും. ഇത് അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു? അവർ സ്വന്തം വീടായിരുന്നു? അവരുടെ വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. അവർക്ക് ഈ ഇതിന്റെ പേടി കൊണ്ടോ മണ്ണിടിച്ചിൽ കാരണം അവരവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷെ അത് മണ്ണിനടിയിലല്ല. മണ്ണിനടിയിൽ, വീടിനുള്ളിൽ. അപ്പൊ ഈ ഭാഗത്ത് ഇനിയും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോ 6 സോണായിട്ടുള്ള തെരച്ചിലാണല്ലോ നടക്കുന്നത്. അതിൽ ഈ പുഴയുടെ അടിഭാഗത്തും തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ 6th സോണായി ഈ പുഴയുടെ അടിഭാഗം എടുത്തത്? തെരച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ലോക്കൽ ആൾക്കാരൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തരുന്നതനുസരിച്ച് എവിടെയൊക്കെ ബോഡി കാണാൻ സാധ്യതയുണ്ട്, എവിടെയൊക്കെ ബോഡി വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞ് നമ്മൾ അവിടെ ടീംസിനെ അയക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പല പല സ്ഥലത്തും ലോക്കലായിട്ടുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബോഡി ഉണ്ടെന്ന്. അപ്പൊ അവിടെ ടീംസ് പോയിട്ടുണ്ട്. ഈ തെർമൽ ഇമേജ് മാപ്പിംഗ് ഇന്ന് നടത്തുമോ ആർമി? തെർമൽ ഇമേജ് മാപ്പിംഗ് നടത്തുമോ? തെർമൽ ഇമേജ് മാപ്പിംഗ് അല്ല, ഇപ്പൊ അവിടെ തൽക്കാലം ഡ്രോൺ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ തെർമൽ ഇമേജ് മാപ്പിംഗ് നടക്കുന്നില്ല. തെർമൽ ഇമേജിൽ നമുക്ക് ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് നടക്കുന്നില്ല. ലൈവായിട്ടുള്ളവരെ നമ്മൾ അല്ലാതെയും ഈ സെക്ടർ വൈസ് സെർച്ച് ചെയ്യുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം ഇന്നാണെന്ന് തോന്നുന്നു ഇപ്പൊ ഈ ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പൊ കൂടുതൽ എക്യുപ്മെന്റ്സ് നമുക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ള തെരച്ചിൽ, ഇന്ന് മുതലുള്ള ഒരു ഉച്ച കഴിഞ്ഞുള്ള ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും? തൽക്കാലം ബ്രിഡ്ജ് കണ്ടിന്യൂസ്ലി ഉപയോഗപ്രദമാക്കി വെക്കുക, അതിലുള്ള ട്രാഫിക് കൺട്രോൾ ചെയ്യുക. അതാണ് ഒരു വശം. രണ്ടാമത് നമ്മൾ എല്ലായിടത്തും സെർച്ച് ടീംസ് ഉണ്ട്. അവർ കണ്ടിന്യൂ ചെയ്യും സെർച്ച് ചെയ്യാൻ. ഇപ്പോൾ 350 പേര് ഞാൻ പറഞ്ഞു. അത് ഇനി കൂട്ടി അറ്റ്ലീസ്റ്റ് 450 പേരെ വൈകുന്നേരത്തോളം നമ്മൾ വിന്യസിക്കും. ശരി, വളരെയധികം നന്ദി മേജർ ജനറൽ VT മാത്യു. ഇത്രയധികം കാര്യങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചതിൽ നിന്ന്. അതായത് നേരത്തെ കമൽ പറഞ്ഞതുപോലെ ഭൂമിക്കടിയിലോ അല്ലെങ്കിൽ ഈ ഒരു മണ്ണിനടിയിൽ അകപ്പെട്ട ആളുകളല്ല, പക്ഷേ ഇതുമായി കട്ട് ഓഫ് ആയി പോയി. അതായത് നേരത്തെ നമുക്കറിയാം ഈ മുണ്ടക്കൈയിലേക്കൊക്കെ പാലം തകർന്നതിന് ശേഷം ആളുകൾക്ക് പുറത്തേക്കോ അകത്തേക്കോ പോകാൻ കഴിയാത്ത രീതിയിൽ അവർ ഒറ്റപ്പെട്ടു പോയിരുന്നു. അവിടെ നിന്ന് നമ്മുടെ സൈന്യം രക്ഷിച്ചെടുത്ത ആളുകളാണ്.